ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കുപ്പിക്കുള്ളി അതോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഷുവറായിട്ടും വരാൻ സാധ്യതയുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ 3D എന്ന ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എന്തായാലും പഠിച്ച് വയ്ക്കുക, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഫൈനൈറ്റ് ഹൈറ്റുള്ള ഒരു സ്ക്വയർ വെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ വെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്മാൾ മാസ് എം കൺസിഡർ ചെയ്യുകയാണ്. ഈ പാർട്ടിക്കിൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവിങ് ബിറ്റ്വീൻ ടു വാൾസ് ഓഫ് ഇൻഫൈനൈറ്റ് ഹൈറ്റ്. ദ കൊളീഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് ദ വാൾ ഈസ് perfectly elastic. Walls are rigid. There is no force between the collision. The potential energy is independent of time. ഇത്രയും എഴുതുക. എന്നിട്ട് അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്ക്രോഡിംഗർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ഡെറിവേഷനിലേക്ക് പോകാം. Energy independent of time, hence Schrodinger time independent equation is to be solved to obtain the possible energy values of particle and its wave function. അപ്പോൾ നമ്മൾ ഇവിടെ സ്ക്രോഡിംഗർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഡി സ്ക്വയർ 5/dh² പ്ലസ് 2m/h² ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈക്വൽ ടു 0. അപ്പോൾ ഇൻസൈഡ് ദ വെൽ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആ വെല്ലിൻ്റെ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഔട്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഈ രണ്ട് കാര്യവും ഓർത്ത് വയ്ക്കുക. പുറത്ത് ഇൻഫിനിറ്റി ആയിരിക്കും, ഇൻസൈഡ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഇനി നമ്മുടെ ഈ 2me/h² എന്നുള്ള ഇതിനെ നമുക്ക് k² എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ v 0 ആയതുകൊണ്ട് നമുക്കിനി ഇവിടെ v എടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ സൈൻ എഴുതിയിരിക്കുന്നത് ഡയറക്റ്റ്. ഓക്കെ, അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ k² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സൊല്യൂഷനായിട്ട് അസ്യൂം ചെയ്യാണ് സൈ ഈസിക്കൽ ടു a sin kh പ്ലസ് b cos kh എന്ന്. അപ്പോൾ h<0 എന്ന് പ്രോബിലിറ്റി അല്ലേ ഇത് സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അല്ലേ സൈ എന്ന് പറഞ്ഞാൽ, അത് 0 അല്ലേ <0 ആകുമ്പോൾ. ആ പാർട്ടിക്കിൾ അതിൻ്റെ ഇൻബിറ്റ്വീൻ അല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് എവിടെയാണ് കാണാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ 0 > എല്ലാം ആകുമ്പോഴും ആ കണ്ടീഷൻ തന്നെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ അവിടെ കാണാൻ സാധ്യതയില്ല, അപ്പോൾ അവിടെ 0 ആണ്. ഇനി ബൗണ്ടറി കണ്ടീഷൻ എടുക്കാം. ഈ വാളിൻ്റെ ഇവിടെയും കാണാനുള്ള സാധ്യത 0 ആണ്, ഇവിടെയും കാണാനുള്ള സാധ്യത 0 ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഇക്വേഷൻ 1 എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ടുള്ള i = a sin kh അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? h = 0 സൈ 0 ആണ്. ഈ സൈ 0 കൊടുക്കുന്നു, h 0 കൊടുക്കുന്നു. അപ്പോൾ cos 0 1 ആണ് നമുക്കറിയാം. അപ്പോൾ b = 0 b + 0 = 0 എന്നല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? b = 0 എന്നുള്ള ഉത്തരം കിട്ടിയില്ലേ. അപ്പോൾ b 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും? സൈ = a sin kh അല്ലേ. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. h എല്ലാം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ നോക്കാം. ഇതിൽ എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സൈ 0 ആണ്, a sin k വരും. പിന്നെ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് ഒരിക്കലും 0 ആവില്ലല്ലോ, അതുകൊണ്ട് ഇത് 0 അല്ല. അപ്പോൾ സൈൻ k ലാണ് 0. സൈൻ k എപ്പോഴൊക്കെയാണ് 0 ആവുക? nπ ആകുമ്പോഴല്ലേ. k എന്ന് പറയുന്നത് nπ ആകുമ്പോൾ അല്ലേ. അത് നമ്മൾ k കണ്ടുപിടിച്ചു nπ/l. അതുകൊണ്ടായിട്ട് വീണ്ടും ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൈ = a sin nπh/l. ഇനി kl നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുകയാണ്. അപ്പോൾ k² l² എന്ന് കിട്ടും. ഇതിന്ന് നമുക്കറിയാം k² എന്താ നമ്മൾ എഴുതിയിരുന്നത് നേരത്തെ 2me/h² അല്ലേ. അതിന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനർജിയുടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇത് എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന് ഓരോ വാല്യൂ ഈ n-ന് 1, 2 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ എനർജി വാല്യൂസ് കിട്ടും, ഓരോ ഓർഡറിൽ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായത്? പാർട്ടിക്കിൾ കനോട്ട് ഹാവ് എനി വാല്യൂ ഓഫ് എനർജി ബട്ട് restricted to certain values only. The quantity n is called the quantum number. Therefore, the energy
വാല്യൂസ് ആർ കോണ്ടൈസ്ഡ്. അതായത് നമുക്ക് എല്ലാ വാല്യൂസും കിട്ടില്ല, ചില പർട്ടിക്കുലർ ഓർഡറിലുള്ള എനർജി ലെവൽസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് കോണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ അടുത്ത് ഇതിലേക്ക് എഴുതുകയാണ് ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ് നമ്മൾ ഇതിൻ്റെ. അപ്പോൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് ഇൻ്റഗ്രൽ 0 to L psi ഇൻറ്റു psi സ്റ്റാർ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ സൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് എ സൈൻ കെ എക്സ് അല്ലേ. അപ്പോൾ സൈ സ്റ്റാറും എ സൈൻ കെ എക്സ് അതിൻ്റെ കോൺജുഗേറ്റ് ആണ്. നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എഴുതുമ്പോൾ എന്ത് വരും, എ സ്ക്വയർ സൈൻ സ്ക്വയർ കെ എസ് എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എ സ്ക്വയറിനെ പുറത്തെടുത്തു, സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് 1 മൈനസ് കോസ് 2kx/2 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം L/2 മൈനസ് സൈൻ 2kl/4 എന്നുള്ളത് വരും. ഇത് നമുക്കറിയാം 0 to L അല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേം എന്തായാലും 0 ആയി പോകും. അപ്പോൾ റിമൈനിങ് ആയിട്ട് വരുന്നത് എ സ്ക്വയർ ഇൻറ്റു L/2 മാത്രമായിരിക്കും. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു L/2 ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2/L, എ ഈസ് ഈക്വൽ ടു √2/L എന്നിടുന്ന് കിട്ടി. ഇതിനോടായിട്ട് നമുക്ക് നേരത്തെ കിട്ടിയ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ എയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ √2/L സൈൻ nπh/L എന്ന് വരും. ഇനി ഇതിൽ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സൈഡ് ഓരോ പോയിന്റിലും വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളാണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ.